കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ആരും ഈ രീതിയിലേക്ക് ചെയ്യുന്നുണ്ടാവുന്നില്ല. എല്ലാം പുല്ലിൽ മാത്രം കംപ്ലീറ്റ് പുല്ല് മാത്രം. ഇതാ അഴുകു പോലും പറ നാച്ചുറൽ മാങ്ങ. എന്റെ മാങ്ങ തോലടക്കം തിന്നണം. സാധാരണ നമ്മൾ എല്ലാവരും പറഞ്ഞ തോല് മാറ്റിയിട്ട് കഴിക്കണം. ഒരിക്കലും തോല് മാറ്റാൻ പാടില്ല. F0R എന്നുള്ള കണ്ണൂർ ജില്ലയിലാണ്, എന്റെ സ്വന്തം ജില്ലയിൽ തന്നെയുള്ളത്. എന്റെ ചുറ്റും നിങ്ങൾ മാങ്ങ കാണുന്നില്ലേ? ഒരു വിഷവും തൊടാത്ത രീതിയിലുള്ള മാങ്ങയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പുല്ലിലാണ് ഇത് പഴുപ്പിച്ചെടുക്കുന്നത് കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഒരു സിസ്റ്റം. ഷിജോ ചേട്ടന്റെ ബി മാംഗോസ് എന്ന് പറയുന്ന കമ്പനിയുടെ വിശേഷങ്ങൾ, നാട്ടുമാങ്ങയ്ക്ക് വേണ്ടിയിട്ട് ബ്രാൻഡ് ചെയ്ത കേരളത്തിൽ ഇങ്ങനെ ഒന്ന് അപൂർവം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തൊക്കെയാണ് ഷിജോ ചേട്ടന്റെ വിശേഷങ്ങൾ, ഈ മാങ്ങയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാൻ പോവാണ്. നേരെ വീഡിയോയിലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ഷിജോ ചേട്ടൻ. ഷിജോ ചേട്ടാ നമസ്കാരം. നമ്മളൊരു 2 വർഷം മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നല്ലോ മാങ്ങയായിട്ട് ബന്ധപ്പെട്ട്. 2 വർഷം മുമ്പേ നമ്മുടെ കൊറോണ കാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ രണ്ടാമത് വീണ്ടും വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ശരിക്കും ഈ ഒരു മാങ്ങ നാട്ടുമാങ്ങ ഒരു ബ്രാൻഡാക്കി ചെയ്ത കേരളത്തിൽ നിങ്ങൾ മാത്രം കേരളത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യയിൽ തന്നെ ആരുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനത് ബ്രാൻഡ് ചെയ്തു, ഏടൊക്കെ ചെയ്തിട്ട് ഒരു കുറച്ച് വലിയ രീതിയിൽ ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബി മാംഗോസ് അടിപൊളി. കാരണം ഈ നാട്ടുമാങ്ങ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് വെറുതെ വീണ് പോകുന്ന മാങ്ങ നമ്മൾ അത് ബ്രാൻഡ് ചെയ്തു, നാട്ടുമാങ്ങ ബ്രാൻഡ് ചെയ്തു, ആവശ്യക്കാർക്ക് നല്ല രീതിയിൽ നല്ല ഫ്രഷ് മാങ്ങ കൊണ്ട് കൊടുക്കാൻ നല്ല രീതിയിൽ. ഒരു വിഷാംശം ഇല്ലാത്ത മാങ്ങ, അതായത് നാച്ചുറൽ ആയിട്ട്. നമ്മുടെ മാങ്ങ എന്ന് പ്രത്യേകം പറഞ്ഞാൽ ഓരോ വീട്ടിലും വൈൽഡായിട്ട് ഓരോ വീട്ടിലുണ്ടാകുന്ന മാങ്ങകൾ പാട്ടെടുത്തിട്ട് പറിച്ചിട്ടുണ്ടോ നമ്മൾ ചെയ്യുന്നത്. തോട്ടങ്ങളാണെങ്കിൽ മാത്രമേ നമുക്കത് മരുന്നടിച്ചിനോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ മാങ്ങളൊക്കെ ഓരോ വീടുകളുണ്ടാകുന്ന മാങ്ങളാണ്. വൈൽഡായിട്ട് മാങ്ങ ഒരു വിഷാംശം വരുന്നില്ല. വീട്ടുപറമ്പ് നമ്മൾ പാട്ടെടുത്ത് മാങ്ങ പറിച്ചു കൊണ്ടുവന്ന് പുല്ല് പഴിപ്പിച്ച് കൊടുക്കുന്നത്, അത് ലൈവായിട്ട്. പുല്ല് മാത്രമേ പഴിപ്പിക്കുന്നുള്ളൂ, വേറെ ഒരു ഇതുമില്ല. ലൈവായിട്ട് ചെയ്യാം. ആർക്ക് വേണമെങ്കിൽ എപ്പോഴും വേണമെന്ന് പരിശോധിച്ച് നോക്കാം, ചെക്ക് ചെയ്യാം. അതാണ് എന്റെ വിജയം. 2 വർഷം മുമ്പ് വീണ്ടും 2 വർഷം ഞാൻ നിലനിന്നു. അതാണ് നിങ്ങൾ നോക്കണേ. 2 വർഷം മുമ്പേ ചെറിയ രീതിയിൽ ചെയ്ത് ഞാനിപ്പോൾ അത് ബ്രാൻഡ് ചെയ്തു. ബി മാംഗോസ് ബ്രാൻഡ് ചെയ്താൽ ഞാൻ നിങ്ങൾ അന്ന് ആ സമയത്ത് പറഞ്ഞു ഞാൻ ബ്രാൻഡ് ചെയ്തു പറഞ്ഞു. ഞാൻ ബ്രാൻഡ് ലോഞ്ചിങ് പറഞ്ഞു. ഞാനത് ഓർഗാനിക് എക്സ്ട്രാ പ്രൈവറ്റ് കമ്പനിയാക്കി. ഒരു കമ്പനി കൂടി ഇപ്പോൾ രണ്ടാമത് ചെയ്തിട്ടുണ്ട്. സാപ്പിഡാൻസ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് മാംഗോന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും പ്രോസസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ഇറക്കാൻ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കിൽ ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഒത്തിരി ലോസ് ഉണ്ടാവില്ല നിങ്ങൾക്ക്? ശരിക്കും ലോസ് ഉണ്ടായിരുന്നുണ്ട്. അതായത് പുല്ല് പഴിപ്പിക്കുന്ന ലോസിന്റെ മാത്രമല്ല, നമുക്ക് മാൻ പവർ കൂടുതൽ വേണം. മറ്റുള്ള എന്ത് ഉപയോഗിച്ചെന്നറിയില്ല, മറ്റുള്ള സംഭവം ഉപയോഗിച്ച് പഴിക്കുന്ന സമയത്ത് അത് കുറച്ച് മാങ്ങ ഒരു സ്ഥലത്ത് വെക്കുന്നത്, അത് സ്പ്രേയോ എന്തോ സാധനങ്ങൾ ചെയ്യുന്നത്, അത് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ പഴുക്കുക വെന്ത് പോവുക ചെയ്യുന്നത്. അതിന് അതിൻ്റെ ശരിക്കും അതിൻ്റെ ഉള്ള വിത്ത് ഉണ്ടാവുമല്ലോ, അണ്ടി എന്ന് പറയുന്ന സംഭവം, അതുവരെ നശിച്ചു പോവുക ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ പുല്ല് പഴിപ്പിക്കുമ്പോൾ ഒരു ബാച്ച് പുല്ല് മാങ്ങ വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ടേ പഴുത്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മാൻ പവർ കൂടുതൽ വേണം. ആൾക്കാർ ഇത് പുല്ലിൽ വെക്കാൻ ആൾ വേണം, പുല്ല് വെക്കണം, പുല്ല് തിരഞ്ഞെടുക്കണം. അതാണ് ഇതിന്റെ. പക്ഷെ നമ്മൾ അതെ പഴുക്കുന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള മൂത്ത പഴുത്ത് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ ഈ പുല്ല് പഴുപ്പിക്കുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ മൂത്ത മാങ്ങ മാത്രം പഴുക്കുകയും ചെയ്ത് പഴുത്ത മാങ്ങ നല്ല മധുരം ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഈ പുല്ല് പഴുപ്പിക്കുന്ന ഗുണം. സാധാരണ രീതിയിലുള്ള ഒരു മാങ്ങയുടെ ടേസ്റ്റ്, ഒറിജിനൽ ടേസ്റ്റ്, നാച്ചുറൽ ടേസ്റ്റ് കിട്ടും. കുഞ്ഞു മക്കൾക്കൊക്കെ ഉപയോഗിക്കുന്ന, കുട്ടികൾക്കും ഗർഭിണികൾക്കൊക്കെ ഉപയോഗിക്കാം. ഞാൻ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞല്ലോ, എന്റെ പറഞ്ഞല്ലോ. അതെ, ജസ്റ്റ് ഞാനൊരു കച്ചവടക്കാരൻ ആവാൻ വേണ്ടി ആയതല്ല, എന്നെ ജനങ്ങൾ ആക്കിയതാണ് ഒരു കച്ചവടക്കാരൻ. എന്നെ ഒരു ബിസിനസ്സുകാരനാക്കി. എന്നാൽ വെറും 30 കിലോ മാങ്ങ പെങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന് ഞാൻ ഇപ്പൊ 3 ടണ്ണും 4 ടണ്ണും എനിക്ക് തികയാത്തൊരവസ്ഥയിലേക്ക് ആക്കി. നല്ല സപ്പോർട്ട്, എല്ലാ ഭാഗവും നല്ല സപ്പോർട്ട് എനിക്ക്. സാധാരണ രീതിയിൽ എല്ലാവർക്കും എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ് മാങ്ങ പുറത്ത് വാങ്ങിച്ചിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ. കാരണം നമ്മൾ ഒത്തിരി വീഡിയോസ് നമ്മൾ കാണും. പേടിയാണ് എന്റെ ബിസിനസ്. എന്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ 10 വർഷം മുന്നേ എന്റെ കസ്റ്റമർ തന്നെ ഇപ്പോഴും എന്റെ കസ്റ്റമർ. 10 വർഷം മുമ്പ് ഞാൻ മാങ്ങ തുടങ്ങുമ്പോഴും എന്റെ കസ്റ്റമർ, ആ കസ്റ്റമർ തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അവരെന്നെ വിട്ടു പോയില്ല. എൻ്റെ കസ്റ്റമർ ഞാനെന്ന് പറഞ്ഞ ഒരു കുടുംബ ബന്ധം പോലെ, ആ ആത്മബന്ധമാണ്, ഒരു വിശ്വാസം എന്നുള്ളൊരു ബന്ധമുണ്ടല്ലോ. നമ്മൾ കച്ചവടമല്ല പരസ്പരം ചെയ്യുന്നത്. ഒരു എന്താ പറയുക, അതിന് ഒരു സഹായം, പരസ്പര സഹായം ചെയ്യുമ്പോഴാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ പറഞ്ഞു, അവർ 10 പേരോട് വീണ്ടും പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ബിസിനസ് വളർന്നു വരുന്നത്. ആൾക്കാർ അറിഞ്ഞറിഞ്ഞു ഞാൻ കൊടുക്കുന്നു പറഞ്ഞാൽ എൻ്റെ മാങ്ങ നിങ്ങൾ വാങ്ങിക്കോ, ഞാൻ പറഞ്ഞു ഗ്യാരണ്ടി. മാങ്ങ അത് നമുക്ക് മാങ്ങ ഉള്ളിൽ എന്തെന്നാ പറയാം, കാണാൻ നല്ല പുറത്ത് നല്ല മാങ്ങയായിരിക്കാം. മിക്കവാറും ചിലപ്പോൾ ഉള്ളിൽ ചെറിയ കേടോ കാര്യങ്ങളുണ്ടായിരിക്കാം. അവർ പിറ്റേ ദിവസം വന്ന് പറയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം, ഞാൻ മാറ്റി കൊടുക്കാൻ തയ്യാറാണ്. അവരോട് പറയുന്നത് ഗ്യാരണ്ടി പറഞ്ഞാൽ അത്ര പോലും പറഞ്ഞു. എന്തെങ്കിലും മധുരം കുറവുണ്ടെങ്കിലോ അത് എന്നോട് പറഞ്ഞാൽ ഞാൻ അത് തിരിച്ച് മാറ്റി കൊടുക്കും. ഇപ്പൊ എത്ര തരം മാങ്ങ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ട്? ഇപ്പൊ 40ഓളം വെറൈറ്റി ഇപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. 40 തരം വെറൈറ്റി ഇപ്പോൾ ഓൾറെഡി. ഇനിയും 10, 60, 70ഓളം വെറൈറ്റി പറിച്ചെടുക്കാനുണ്ട് എൻ്റെ കയ്യിലുണ്ട്. പുറത്ത് പിന്നെ പാട്ടക്കാരുടെ പറിക്കുന്ന മാങ്ങയുണ്ട്. ടോട്ടൽ എത്ര തരം മാങ്ങ ഉണ്ട് ശരിക്കും? ടോട്ടൽ 1000 മേലെ വെറൈറ്റി ഇന്ത്യയിലുണ്ടല്ലോ. ഉണ്ടാവും. ഓ ഷുവർ. ഇതിപ്പോ ഈ മാങ്ങ പറിച്ചെടുക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണ് വരുന്നത്? മാങ്ങ പറിച്ചെടുക്കുന്ന പറഞ്ഞാൽ മുന്നേ ഞാനായിരുന്നു കുറച്ച് പറിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇപ്പൊ തികയാത്തൊരവസ്ഥ വന്നപ്പോൾ എൻ്റെ പണിക്കാരുണ്ട് ഇപ്പോൾ പറിക്കാൻ. മാങ്ങ എങ്ങനെ പറിക്കുന്ന പറഞ്ഞാൽ നിലത്ത് വീഴാൻ പാടില്ല. നിലത്ത് വീണ മാങ്ങ കെട്ടുപോകും. മാങ്ങ തഞ്ഞു പോകാൻ പാടില്ലല്ലോ. ഈ മാങ്ങ സ്കിന്നല്ല, ഈ മാങ്ങ ഉണ്ടല്ലേ, ഈ മാങ്ങ നിലത്ത് വീണ് കഴിഞ്ഞാൽ വീഴുന്ന വശം ഉണ്ടല്ലോ, വീഴുന്ന വശം കെട്ടുപോകും.
ഓ അങ്ങനെ താഴെ വീഴാതെ നമ്മൾ മാലിലാണ് പറിക്കുന്നത്. മാലെന്ന് പറഞ്ഞാൽ ഒരു കൊക്കയുടെ അറ്റത്ത് ഒരു വല കെട്ടിയിട്ടുണ്ട് സാധനം ഉണ്ടാവും. ഒരു 5 10 മാങ്ങ മാത്രം നമ്മൾ കൊമ്പിന്റെ അറ്റത്തുള്ള മാങ്ങ കൊമ്പിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ മാലിൽ പറിച്ചെടുക്കും. എന്നിട്ട് താഴത്തേക്ക് ഇറക്കി കൊടുക്കുക ചെയ്യുക കൊട്ടയിൽ. വളരെ ശ്രദ്ധ, വളരെ നമ്മുടെ തന്നെ ഇവിടെ തന്നെ നമുക്ക് കൂടുതൽ മാങ്ങ ഇടുന്ന സമയത്ത് പോലും ഒന്നും ഇങ്ങനെ എറിയാൻ പോലും പാടില്ല. വളരെ വളരെ ചെറിയ രീതിയിൽ എടുക്കാനും കുഞ്ഞു മക്കളെ നോക്കുമ്പോൾ അതാണ് ഈ റിസ്ക്. അതുകൊണ്ടാണ് ഈ പണിക്ക് നിൽക്കാത്തത്. ഭയങ്കര റിസ്ക്. കുഞ്ഞു മക്കൾ നിൽക്കില്ല, മാങ്ങ കിട്ടും. ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, ജസ്റ്റ് നോക്കിയേ, ഞാൻ ഇന്ന് മിനിങ്ങാന്നിട്ട് മാങ്ങയല്ലേ, ഒരുമിച്ച് പഴുത്തില്ലല്ലോ. ആവശ്യത്തിന് പാത്രം പഴുത്ത മാത്രം നമ്മൾ എടുക്കും. ഓരോന്നോരോന്നായിട്ട് നമ്മളിത് തെരഞ്ഞെടുക്കും. കണ്ടില്ലേ, പഴുത്താണ്ടില്ലേ, നമ്മളിത് തെരഞ്ഞെടുത്തിട്ടാണ് കച്ചവടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മാറ്റും. അതായത് കേട് വരാൻ സാധ്യത വെച്ചാൽ അറിയാതെ വീണുപോയി തന്നെ കയറിയിട്ടെങ്കിൽ തട്ടുള്ള മുട്ടുള്ള പറ്റിയതുണ്ടെങ്കിൽ അത് വേസ്റ്റിലേക്ക് പോവുക ചെയ്യാം. മാറ്റി വെച്ചിട്ട് ഫ്രഷ് മാത്രം എടുക്കുക. എന്നിട്ട് പോലും നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുന്ന നമ്മൾ കസ്റ്റമറോട് അങ്ങോട്ട് അതാണ് പറഞ്ഞത്, നമ്മൾ കസ്റ്റമറോട് ആത്മഹത്യ എന്ന് പറഞ്ഞതാണ്. ഞാൻ തലശ്ശേരി ചെയ്തുകൊണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ കണ്ണൂരേക്ക് എത്തി. കണ്ണൂരിൽ കുറച്ച് വലിയ രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല കച്ചവടം. ഇപ്പോൾ ഞാനിപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒരു സപ്പോർട്ടിൽ ഞാൻ ഇവിടെ ബ്രാൻഡ് ലോഞ്ചിങ്ങോടുകൂടി ദിവ്യ മാഡത്തിനെ കൊണ്ടുവരുന്നതൊക്കെ ഗംഭീര ഉദ്ഘാടനമൊക്കെ ചെയ്ത് എൻ്റെ ഒരു വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. എനിക്ക് ബ്രാൻഡ് ലോഞ്ചിങ് എന്ന് പറഞ്ഞ രീതിയിൽ നല്ലൊരു ആഘോഷമായിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഒരു നാട്ടുമാങ്ങ ഒരു എന്താ പറയുക, നാട്ടുമാങ്ങ ഒരു ബ്രാൻഡ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്ത്, നല്ല ബ്രാൻഡ് തന്നെ ലോഞ്ച് ചെയ്ത് കുറച്ച് നല്ല സപ്പോർട്ട്, കണ്ണൂർ നല്ല സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിപ്പോ ഇവിടെ നടക്കുന്ന ഈ ഒരു മാമ്പഴ മേള ഉണ്ടല്ലോ, ഇത് ഇനി എത്ര കാലം വരെ ഇവിടെ ഉണ്ടാവും? ഈ മാമ്പഴ സീസൺ വരെ, ഈ മാമ്പഴ സീസൺ കഴിയുന്നത് വരെ ഇവിടെ ഉണ്ടാവും. ഇവിടെ മാത്രമല്ല, കണ്ണൂർ കാൽടെക്സ് ചേംബർ ഓഫ് കൊമേഴ്സിന് താഴെയായിട്ട് ഈ സീസൺ. പിന്നെ ഈ അടുത്ത നമ്മുടെ കാസർഗോഡ് ആയിക്കോട്ടെ, ഇപ്പൊ കണ്ണപുരം പല സ്ഥലങ്ങളിലായിട്ട് മാംഗോ ഫെസ്റ്റ് മാമ്പഴ മേള നടക്കാൻ പോകുന്നുണ്ട്. ഇപ്പം ഈ നെക്സ്റ്റ് 2018 ഈ ഏപ്രിൽ 18 മുതൽ അങ്ങോട്ടേക്ക് ഫുൾ മാമ്പഴ മേളകളാണ് പല സ്ഥലങ്ങളിൽ. അതായത് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളുണ്ട്, കാസർഗോഡ് പല സ്ഥലങ്ങളിൽ. എനിക്ക് കഴിഞ്ഞ വർഷം മുന്നേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ പ്രാവശ്യം പല സ്ഥലങ്ങളിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, മാംഗോ ഫെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട്. അത് മറ്റുള്ള ജില്ല ഇപ്പം ഒത്തിരി പേര് പലർക്കും വീഡിയോ കാണുമല്ലോ. അതെ, അങ്ങനെ ഉള്ളവരിലേക്ക് ഇതെത്താൻ എന്താ? അത് എന്നോട് ക്ഷമിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഈ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ സപ്ലൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കുള്ളൂ. അത് ഞാൻ ബ്രാൻഡ് ചെയ്ത്, എൻ്റെ ബി മാംഗോസ് ഞാൻ ബ്രാൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിൽ നിന്നല്ല, എല്ലാവരും മാങ്ങ കഴിക്കുന്ന മാങ്ങ പ്രേമികളെ മുഴുവൻ ബി മാംഗോസേ എനിക്ക് കഴിപ്പിക്കുന്നുള്ളൂ. അത് വരും വർഷങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഞാൻ വാക്ക് തരുന്നു, എത്തിച്ചിരിക്കും. ദയവ് ചെയ്ത് പിന്നെ ആരും എന്നോട് പിണങ്ങാൻ പാടില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നോട് പിണങ്ങാൻ പാടില്ല. കാരണം എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. കാരണം ഇത്രയും ഞാൻ തന്നെ ഓടിപ്പാഞ്ഞ് ചെയ്ത് എനിക്ക് കച്ചവടം കൂടുതലുണ്ടാകും. സത്യം പറഞ്ഞാൽ കച്ചവടം കൂടുതലുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക്, ആ ഒരു സ്ട്രക്ചറിലേക്ക് ആയി വരും. സോഫ്റ്റ്വെയറും കാര്യങ്ങളാവുന്നുണ്ട്. ഇ കോമേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ നെക്സ്റ്റ് വർഷം കൊണ്ട് ശരിയാകുന്നുണ്ട്. അതിന് പിന്നെ ബ്രാൻഡിൻ്റെ എല്ലാം എൻ്റെ ബ്രാൻഡിൻ്റെ ബ്രാഞ്ചസിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും. നെക്സ്റ്റ് സമയം മുതൽ ഞാൻ ബ്രാഞ്ചസ് കൊടുക്കാൻ തുടങ്ങും. ബി മാംഗോസിൻ്റെ ബ്രാഞ്ചസ് കൊടുക്കാൻ തുടങ്ങും. എല്ലാവരും കൊടുക്കും. ആവശ്യക്കാർക്ക് ബ്രാഞ്ചസ് കൊടുക്കും. അപ്പോൾ എവിടെ വേണമെങ്കിലും ഞാൻ എൻ്റെ ഈ മാങ്ങ സപ്ലൈ ചെയ്യും. അപ്പോൾ അവിടുന്ന് ഇ കോമേഴ്സ് രീതിയിൽ നമുക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത്. കാരണം എനിക്കറിയാം, നമുക്ക് ഈ ചെറിയൊരു ഈ സ്ഥലത്ത്, അതായത് കണ്ണൂർ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തന്നെ ഇത്രയും കച്ചവടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പം മാങ്ങയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്രയോ മടങ്ങാം. അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ചെറിയ അതായത് 1-2 വർഷം കൊണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ മാക്സിമം പിടിക്കും, കവർ ചെയ്യും. ഒരു മാങ്ങനെ മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലേ? ഒട്ടേ മാങ്ങ. കല്യാണം കഴിച്ചില്ല? മാങ്ങ തന്നെ. ഇപ്പൊ മാങ്ങേനെ തന്നെ കല്യാണം കഴിച്ചു. മാങ്ങ തന്നെ സ്നേഹിക്കുന്നു. മാങ്ങ തന്നെ സ്നേഹിച്ചു. അടിപൊളി. മാങ്ങയുടെ പ്രൈസ് എങ്ങനെയാ വരുന്നത്? പ്രൈസ് വരുന്നത് പലയിനം മാങ്ങകളാണല്ലോ. പലയിനം മാങ്ങ പലക്കും പല വിലകളാണ്. അപ്പം ഒരു 80 രൂപ മുതൽ 160 രൂപ വരെയുള്ള മാങ്ങകളാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 40ഓളം വെറൈറ്റികളുള്ളത്. ലാഭം കുറഞ്ഞാൽ നല്ലത് മാത്രം. അതെ, നല്ല 10 ആളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ പറ്റും. നോക്കാം. എനിക്കെന്താ ജീവിക്കാൻ അത്രയും നമുക്ക് ഒരാൾക്ക് എത്ര ചിലവ് വേണ്ടത്? ഇതിൽ പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും. വളരെ കുറവ് പ്രോഫിറ്റ്. സാധാരണ പ്രോഫിറ്റ് എന്തായാലും ഉണ്ടാവില്ല. പക്ഷെ നല്ലൊരു മനസ്സിന് നല്ല സുഖമാണ് നമുക്ക് ചെയ്യുമ്പോൾ. മനസ്സിന് ഭയങ്കര തൃപ്തിയാണ്. ഒരുപാട് ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഗർഭിണികൾക്ക് മാങ്ങ വാങ്ങിപ്പോകുന്നു, കുട്ടികൾക്ക് ഇങ്ങനെ മാങ്ങ കൊടുക്കുന്നു. നമ്മൾ കടിച്ചു എഴുതാം, നമുക്കൊരു ഡയറക്റ്റ് കഴിച്ച് നാച്ചുറൽ. ഞാൻ എടുത്തില്ലേ, കഴിച്ചില്ലേ, കഴുകു പോലും പറഞ്ഞു നാച്ചുറൽ മാങ്ങ. എന്റെ മാങ്ങ തോലടക്കം തിന്നണം. സാധാരണ നമ്മൾ എല്ലാവരും പറഞ്ഞ തോല് മാറ്റിയിട്ട് കഴിക്കണം. ഒരിക്കലും തോല് മാറ്റാൻ പാടില്ല. മാങ്ങയുടെ തോല കഴിക്കണം. എന്റെ മാങ്ങ തോലടക്കം കഴിക്കാം, ഗ്യാരണ്ടി. ഞാൻ കടിച്ചില്ല, പുഴു പോലും നോക്കി ഞാൻ കഴിച്ചില്ല. ഞാൻ കഴുകിയിട്ട് പോലും നാച്ചുറൽ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നിലത്ത് പോലും വീഴുന്നില്ല. കറക്റ്റ് വരുന്നു, ട്രയൽ വരുന്നു, പുല്ല് നോക്കുന്നു. എന്തായാലും വലിയ സന്തോഷം വീണ്ടും കാണാനും പരിചയപ്പെടാനും പറ്റിയത്. ഇത്രയാണ് ബി മാംഗോസിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച? നല്ലത് മാത്രം, നല്ല മാങ്ങ മാത്രം ജനങ്ങളെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ തീരുമാനത്തോട് കൂടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഷിജോ ചേട്ടൻ ഈ മാങ്ങകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏത് കുഞ്ഞു മക്കൾക്കും, ഗർഭിണികൾക്കും, രോഗികൾക്കും ആർക്കും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്
ഷിജോ ചേട്ടൻ ഇത് പുല്ലിൽ വെച്ചിട്ട് പഴുപ്പിച്ചിട്ട് നമ്മളെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ജില്ലകളിലേക്ക് എത്തിക്കാനുള്ള ചെറിയൊരു പ്രയാസം ഇന്നുണ്ട്. അത് ഷിജോ ചേട്ടൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഭാവിയിൽ വരുന്ന വർഷങ്ങളിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കാനുള്ള കാര്യങ്ങൾ ഷിജോ ചേട്ടൻ ഈ ബി മാംഗോസ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ പേരിൽ നമ്മളെ കൈകളിലേക്കൊക്കെ എത്തിക്കും എന്നുള്ള ആ ഒരു വാക്കുകൂടി തന്നിട്ടുണ്ട്. എന്നാൽ നമുക്കത് പ്രതീക്ഷിക്കാം. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നത് തീർച്ചയായും നമ്പർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വിളിക്കാൻ, നിങ്ങൾ സംസാരിക്കാം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.